അതായത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞിട്ടൊരു മുദ്രാവാക്യം, ഒരു സ്ലോഗൻ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ് മീഡിയ വൺ ചാനൽ. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും എല്ലാം സുഖമായി ജീവിക്കുമ്പോൾ തന്നെ സത്യത്തിൽ അവർക്കിടയിൽ ഒരു വിഷം വിതയ്ക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ജമാഅത്തെ ഇസ്ലാമിക്കാണ്. ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ ചെയ്യുമ്പം ജമാഅത്തെ ഇസ്ലാമി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലൊരു ആയുധമായിട്ട് മാറുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നത് മതപരമായ ഒരു ഏകീകരണം BJPക്ക് സാധ്യമാവുന്നു എന്നുള്ളതാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പം പിന്നെ മേനോൻ എന്നുള്ള പേര് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ഇവന്മാർക്ക് പൊള്ളി. അന്ന് തുടങ്ങിയ എതിർപ്പ് അപ്പം അതോട് കൂടിയിട്ട് ഇവർക്ക് വി ഡി സതീശൻ ശത്രുവായി. മേനോൻ അറ്റാക്കുന്നു. ഇവരുടെ ബുദ്ധിജീവിയായിട്ടുള്ള ആബിദ് അടിവാരം ഒരു പോസ്റ്റ് ഇട്ട് ഫേസ്ബുക്കിനകത്ത്. ആബിദ് ഇട്ടത് എങ്ങനെയാണ്? അതായത് നിലമ്പൂരിലെ ജനസംഖ്യയുടെ കണക്കൊക്കെ എടുത്തിട്ട് മുസ്ലിം ജനസംഖ്യയാണ് അവിടെ ഭൂരിപക്ഷം, അതുകൊണ്ട് അവിടെ ഒരു മുസ്ലിമാണ് MLA ആവേണ്ടതെന്ന്. എത്ര വലിയ വർഗീയതയാണ്. രാജൻ നമസ്കാരം. നമസ്കാരം. രാജൻ ഭായി, ഈ RSS ജമാഅത്തെ ഇസ്ലാമി ഇവർ രണ്ടുപേരും കേരളത്തിന് അപകടകരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോഴെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ പ്രവർത്തനങ്ങളെ ഇവിടെ ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ അവസാനിപ്പിക്കാൻ സാധിക്കും. ഈ മീഡിയ വണ്ണിൻ്റെ ഉൾപ്പെടെയുള്ള അജണ്ട സെറ്റിങ്ങിനെയൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും കേന്ദ്ര സർക്കാർ അങ്ങോട്ട് ഇവർ മുമ്പോട്ട് പൊയ്ക്കോട്ടെ, ഇവരുടെ ഈ അജണ്ടയുമായിട്ട് ഇവർ മുമ്പോട്ട് പൊയ്ക്കോട്ടെ എന്ന ഒരു തീരുമാനത്തിലെത്താൻ കാരണം? ഇന്ത്യയുടെ ചരിത്രം എടുത്ത് ചോദിക്കുമ്പം രണ്ടുപേരെയും സമീകരിക്കുന്നതിനകത്ത് എനിക്ക് വിയോജിപ്പുണ്ട്. പറയാൻ കാരണം, ഈ പ്രവീൺ തൊഗാഡിയെ പോലെയുള്ള ഒരു വിഷം തുപ്പുന്ന ഒരുത്തൻ വന്നിട്ട് തനി വൃത്തികെട്ട വർഗീയത പറഞ്ഞ സമയത്ത് RSS ആണ് നിർദ്ദേശം കൊടുക്കുന്നത് BJPക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും അവനെ നിലയ്ക്ക് നിർത്തണമെന്ന്. പ്രമോദ് മുത്തലിക്ക് കർണാടകയിൽ കിടന്ന് ഏറ്റവും വലിയ വർഗീയതയും അതേപോലെ തന്നെ ഇതര മതസ്ഥർ തമ്മിൽ സംസാരിക്കുന്ന കണ്ടാൽ തന്നെ അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഗുണ്ടായിസം നടത്തിയപ്പോൾ RSS ആണ് കേന്ദ്ര ഗവൺമെൻറ്റിന് കർശന നിർദ്ദേശം കൊടുക്കുന്നത് നിർത്തണമെന്ന് പറഞ്ഞത്. സുബ്രഹ്മണ്യൻ സ്വാമിയെപ്പോലെ ഇത്രയും വൃത്തികെട്ടു വർഗീയത പറഞ്ഞ ആള് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചപ്പം RSS ആണ് പറയുന്നത് പുള്ളിയെ ക്യാബിനറ്റിൽ എടുക്കണ്ടെന്ന് പറയുന്നത്. സ്വാതി പാച്ചിയും സാക്ഷി രാജാവും പിന്നെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനമെങ്കിലും കിട്ടാൻ വേണ്ടി ഒരു പ്രാവശ്യം MP-മാരായപ്പം അവരേറ്റവും പിന്നെ വളരെ തീവ്രമായ ഹൈന്ദവ വർഗീയത പറഞ്ഞപ്പം അന്ന് RSS ആണ് അവരെ അടുപ്പിക്കാൻ പറ്റില്ല എന്നുള്ള നിർദ്ദേശം. കാരണം കേന്ദ്ര ക്യാബിനറ്റിൽ ആരൊക്കെ എടുക്കണം, ആരൊക്കെ കൊണ്ടുവരണ്ട എന്നുള്ളതും നരേന്ദ്രമോദി ആവണം എന്നുള്ളതും അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നാഗപ്പൂരിന്ന. അപ്പം ഇത്തരം കാര്യങ്ങൾക്കകത്തൊക്കെ അവരുടെ ഇടപെടലുണ്ട്. അതേസമയം അവർക്ക് ഗുണം ചെയ്യുന്ന വർഗീയമായ വിഭജനം സാധ്യമാക്കുന്ന വർഗീയ വിഭജനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് വർഗീയ വിഭജനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാ? ഭൂരിപക്ഷ സമുദായമാണ്. തീർച്ചയായിട്ടും ഭൂരിപക്ഷ വർഗീയതയാണ് എപ്പോഴും വിജയിക്കുക. അപ്പം ആ രീതിയിലാണ് ജമാഅത്തെ ഇസ്ലാമി പോകുന്നത്. അതായത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞിട്ടൊരു മുദ്രാവാക്യം, ഒരു സ്ലോഗൻ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ് മീഡിയ വൺ ചാനൽ. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞപ്പോഴാണ് മറുവശത്ത് ഹൈന്ദവ തീവ്രവാദ സംഘടനകൾ പറഞ്ഞു എന്നാൽ ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്ന് പറഞ്ഞ്. ആലോചിച്ച് നോക്കൂ, അത് ഏറെക്കുറെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയല്ലേ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും ജീവിക്കുന്നുണ്ട്, തമിഴ്നാട്ടിലും ജീവിക്കുന്നുണ്ട്, കർണാടകയിലും ജീവിക്കുന്നുണ്ട്, ഉത്തരേന്ത്യയിലും ജീവിക്കുന്നുണ്ട്, ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. ലുലു ഗ്രൂപ്പിൻ്റെ യൂസഫ് അലി വരെ ലക്നൌവിൽ പോയിട്ട് പിന്നെ മാൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ജീവിക്കുന്നുണ്ട്. സാബു ജേക്കബ് തെലുങ്കാന പോയിട്ടുണ്ട്, പുള്ളിയെ വേറെ സ്റ്റേറ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും എല്ലാം സുഖമായി ജീവിക്കുമ്പോൾ തന്നെ സത്യത്തിൽ അവർക്കിടയിൽ ഒരു വിഷം വിതയ്ക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ജമാഅത്തെ ഇസ്ലാമിക്കാണ്. ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ ചെയ്യുമ്പം ജമാഅത്തെ ഇസ്ലാമി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലൊരു ആയുധമായിട്ട് മാറുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നത് മതപരമായ ഒരു ഏകീകരണം BJPക്ക് സാധ്യമാവുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ BJP ഈ അധികാരം കിട്ടിയ സമയത്ത് 3 പ്രസിഡന്റുമാരാണ് വന്നത്. ആദ്യം വന്നത് APJ അബ്ദുൽ കലാമാണ്, ഒരു ഇസ്ലാമാണ് വന്നത്. രണ്ടാമത് വന്നത് രാംനാഥ് കോവിന്ദ, ഒരു ദളിതനാണ് വന്നത്. മൂന്നാമത് വന്നത് ദ്രൗപദി മുർമു, ഒരു ഗോത്രവർഗ്ഗക്കാരിയാണ് വന്നത്. അപ്പം ആ രീതിയിലുള്ള സെലക്ഷൻ ഒരു വശം നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സവർണ രാഷ്ട്രീയം അത് ഇതെന്നൊക്കെ പറയുമ്പോഴും ഇതിനെല്ലാം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? UP-യിലാവട്ടെ, ബീഹാറിലാവട്ടെ, ഛത്തീസ്ഗഡിലാവട്ടെ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ
ദളിതർ വേറെ, മറ്റേ ജാട്ടുകൾ വേറെ, മറ്റൊരു വേറെ, സവർണർ വേറെ, ജമീന്ദാർമാർ വേറെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു. ഇപ്പം ഇവരെ ഒരു കുടക്കീഴിനകത്ത്, അതായത് ഇവിടെ പണ്ട് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും പറഞ്ഞതുപോലെ നായാടി മുതൽ നമ്പൂരി വരെ എന്ന് പറഞ്ഞത് അവിടെയാണ് ഇപ്പം യാഥാർത്ഥ്യമാവുന്നത്. ഛത്തീസ്ഗഡിലെ സിസ്റ്റർമാരുടെ വിഷയം വന്നു കഴിഞ്ഞപ്പം കേരളത്തിൽ നിന്നുള്ള BJP ഇടപെടലുണ്ടായപ്പം പെട്ടെന്ന് അതിനകത്തൊരു ആക്ഷൻ ഉണ്ടായി. അതായത് പ്രോസിക്യൂഷൻ തോറ്റു കൊടുക്കുക ചെയ്യുന്ന കേസിനകത്ത്. ഇവിടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം സംസ്ഥാന സർക്കാർ നിയമിച്ച പോലുള്ള അഡ്വക്കേറ്റ് ജനറൽമാരും പിന്നെ പ്ലീഡർമാരും ഒന്നും അല്ലാതെ വിവരമുള്ള വെള്ളിയാഴ്ചയുള്ള നല്ല വക്കീലിനെ അവർ നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കണ്ടെന്ന് കരുതിയാൽ കൊടുക്കാതിരിക്കാനും പറ്റും അവിടെ. കാരണം അതിനകത്ത് മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആരോപിക്കാൻ പറ്റും. അതിനകത്ത് പ്രായപൂർത്തിയാവത്തിൽ പെൺകുട്ടിയാണ് കൂടെ കൊണ്ടുവന്നത്. പക്ഷേ അവിടെ എല്ലാം ഫ്ലെക്സിബിളായിട്ട് അവർ പോകുന്നത്, ഒരുമിച്ച് കൊണ്ടുപോകണം എന്നൊരു താല്പര്യം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. മാത്രമല്ല സിഖ് സമൂഹത്തിനകത്ത് പോലും പഞ്ചാബിനകത്ത് പോലും അവർക്ക് കയറി കളിക്കാൻ കഴിയുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിൽ മുഴുവൻ ക്രിസ്ത്യൻ ബെൽറ്റാണ് അത്യാവശ്യമൊക്കെ. പിന്നെ അവിടെ അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെ ബാക്കിയുള്ളവരുടെ ഭക്ഷണ രീതിയിൽ മുഴുവൻ കയറി ഇടപെടും എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. ആന്ധ്രയിലൊക്കെ ഇപ്പോഴൊന്നുമല്ല, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, 10 വർഷം മുമ്പ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആന്ധ്രയിൽ ബീഫിറച്ചി പരസ്യമായിട്ട് അതിനെ കൊല്ലത്തുമില്ല, പരസ്യമായിട്ട് വിൽക്കത്തുമില്ല. പശുവല്ല, പശുവിനെ എന്നുള്ളതല്ല, പോത്തിനെയാണെങ്കിലും ഒന്നിനെ പരസ്യമായിട്ട് കൊന്നിട്ട് പരസ്യമായിട്ട് മാർക്കറ്റിൽ വിൽക്കുകയോ ഒന്നുമില്ല. രഹസ്യമായിട്ട് ഈ മലയാളികൾക്കൊക്കെ അറിയിപ്പ് കിട്ടും, നാളെ ഉണ്ട്, സാധനമുണ്ട് എന്നില്ല. അപ്പോൾ ചെല്ലുമ്പോൾ നമുക്ക് 1 കിലോയുടെ 2 കിലോയുടെ കവർ നമുക്ക് തരിക എന്നുള്ളതാണ്. ഇതിനെ എവിടെ വെച്ച് സ്ലോട്ടർ ചെയ്യുന്നു, എവിടെ വെച്ച് ഇതിൻ്റെ വേസ്റ്റ് എവിടെ കൊണ്ടുപോയി കളയുന്നു, ഇതിൻ്റെ തൊലി എവിടെ കൊണ്ടുപോയി സെല്ല് ചെയ്യുന്നു, ഇതിനെ എവിടെ നിന്ന് പിടിച്ചു, എവിടെ വെച്ച് കൊന്നു, ഒന്നും ഇവർക്ക് ആർക്കും അറിയത്തില്ല. ആ രീതിയിൽ അതായത് അവരുടെ വിശ്വാസത്തെ മാനിക്കുക. കാരണം ആന്ധ്രയിൽ അന്ന് എതിർപ്പുള്ളതാണ്. മാത്രമല്ല ഗോവധം പല സംസ്ഥാനത്തും BJP അധികാരത്തിലെത്തുന്നതിന് മുമ്പേ നിരോധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഗോവധത്തിൻ്റെ പേരിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല സത്യത്തിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവർക്ക് വേണ്ട വളം ഇട്ട് കൊടുക്കുന്നത് മറ്റുള്ളവരാണെന്നുള്ളത് പറയാൻ കാരണം, പ്രത്യേകിച്ചും ഇവരെപ്പോലുള്ളത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളത് അത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും ആഗ്രഹിച്ചിരുന്നതാണ്. ബഹുഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും ആഗ്രഹിച്ചിരുന്നു, ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും. പക്ഷേ അതിനെ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് കോൺഗ്രസിനകത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ചാമ്പ്യന്മാർ, ഞങ്ങൾ കൊണ്ടുവന്ന മുഖ്യമന്ത്രി എന്ന് വരുത്താനുള്ള ശ്രമം മുസ്ലിം ലീഗ് പോലും നടത്തിയിട്ടില്ലല്ലോ. അത് നടത്തിയാൽ അടുപ്പൂട്ടി ചർച്ച നടത്തി. തീർച്ചയായിട്ടും അടുപ്പൂട്ടി ചർച്ചയിൽ നടത്തിയിട്ട് പിന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പം പിന്നെ മേനോൻ എന്നുള്ള പേര് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ഇവന്മാർക്ക് പൊള്ളി. അന്ന് തുടങ്ങി എതിർപ്പ്. അപ്പം അതോട് കൂടിയിട്ട് ഇവർക്ക് വി.ഡി. സതീശൻ ശത്രുവായി. മേനോൻ അറ്റാക്കുന്നു. പക്ഷേ ഈ മേനോൻ എന്ന പേര് വി.ഡി. സതീശൻ പിന്നെ മേനോൻ എന്ന അച്ഛൻ്റെ പേര് ഉപയോഗിച്ചതിനകത്ത് എതിർപ്പുള്ള ആളുകളുടെ ഒരാളുടെ പേര് നിഷാദ് റാവുത്തർ എന്നാണെന്നുള്ളത് കൂടി ആലോചിക്കണം. റാവുത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജമാനൻ എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന വാക്കാ റാവുത്തർ. മുസ്ലിങ്ങളുടെ ഒരു വരേണ്യ വർഗമായിട്ട് പിന്നെ പരിഗണിക്കപ്പെടുന്നതാണ് തമിഴ്നാട്ടിലും കേരളത്തിലും കൂടുതലുള്ളത്. തമിഴ്നാട്ടിലാണ് കൂടുതൽ അവരുടെ പേരുകൾ. റാവുത്തർമാരാ അവർ. പിന്നെ അവരെ കാക്കാന്ന് വിളിക്കുന്ന പോലും അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് പിന്നെ ഐ എം നോട്ട് കാക്ക, ഐ എം റാവുത്തർ എന്ന് എന്നോട് പറഞ്ഞ ഒരാളെ എനിക്കറിയാം. കാരണം ഞാൻ ഇപ്പോഴൊന്നുമല്ല, പഠിക്കുന്ന സമയത്താണ് റാവുത്തർ. കാരണം റാവുത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രൗഢി പോലെയാണ്. ഇപ്പം നമ്മളെ മുൻമന്ത്രി സഖാവ് K. ഇസ്മായിൽ റാവുത്തർ വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ആ രീതിയിലാണ് അവരതിനെ കാണുന്നത്. അപ്പോൾ ഈ റാവുത്തറായിട്ട് ഇരുന്നിട്ടാണ് ഇവൻ മേനോൻ എന്നുള്ളത് കേൾക്കുമ്പോൾ ചൊറിച്ചിൽ വരുന്നത്. അല്ലെങ്കിൽ ഇവൻ റാവുത്തർ മാലെടുത്ത് ഒഴിവാക്കണം, എന്നിട്ട് മേനോൻ മാലെടുത്ത് ഒഴിവാക്കാൻ പറയണം. അവിടെ ഉള്ള ഒരു പ്രശ്നമുള്ളത് വേണ്ട. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് VS ജോയിയുടെ പേരും ആര്യയുടെ സുഖത്തിൻ്റെ പേരും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പരിഗണിക്കപ്പെടുന്ന സമയത്ത് ഇവരുടെ ബുദ്ധിജീവിയായിട്ടുള്ള ആബിദ് അടിവാരം ഒരു പോസ്റ്റ് ഇട്ട് ഫേസ്ബുക്കിനകത്ത്. ആബിദ് ഇട്ടത് എങ്ങനെയാണ്, അതായത് നിലമ്പൂരിലെ ജനസംഖ്യയുടെ കണക്കൊക്കെ എടുത്തിട്ട് മുസ്ലിം ജനസംഖ്യയാണ് അവിടെ ഭൂരിപക്ഷം, അതുകൊണ്ട് അവിടെ ഒരു മുസ്ലിമാണ് MLA ആവേണ്ടതെന്ന്. എത്ര വലിയ വർഗീയതയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു കാലത്തും ഒരു മുസ്ലിം പിന്നെ പ്രധാനമന്ത്രി ഉണ്ടാകത്തില്ലല്ലോ. പ്രസിഡന്റ് കാശ്മീർ ഒഴിച്ച് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകത്തില്ലല്ലോ, കേരളത്തിലും ഉൾപ്പെടെ. ഇപ്പം മലപ്പുറത്ത് ഒഴിച്ച് കേരളത്തിലെ ഒരു ജില്ലയിലും ഒരു മുസ്ലിം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാകത്തില്ലല്ലോ. അപ്പം എത്ര വൃത്തികെട്ട വർഗീയതയാണ് ഇവർ പറയുന്നതെന്നുള്ളത്. പക്ഷെ അതിന് വെള്ളാപ്പള്ളി പറഞ്ഞ വർഗീയതയേക്കാൾ മുമ്പ് പറഞ്ഞത് ആബിദ് അടിവാരവും മീഡിയ വണ്ണുമാണ് ഇത്തരം വർഗീയത പറഞ്ഞത്, പ്രചരണം നടത്തിയത്. അപ്പോഴാണ് ഇതെല്ലാം കേട്ടിട്ട് പിന്നെ വെള്ളാപ്പള്ളിക്കും അല്ലെങ്കിൽ കിളി മാറിയിരിക്കുക. അപ്പോൾ വെള്ളാപ്പള്ളി വന്നിട്ട് മലപ്പുറത്ത് ഇങ്ങനെ അങ്ങനെയാന്ന് പറഞ്ഞിട്ട് കാരണം ഈ സാധനം കൂടെ കേട്ടിട്ടാണ് പോകുന്നത്.
അപ്പം വെള്ളാപ്പള്ളി പറഞ്ഞത് ഇവർ പറഞ്ഞതും തമ്മിൽ തെറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു പടി തെറ്റ് കൂടുതൽ ഇവരേതാ. ഇവർ ഔദ്യോഗികമായിട്ട് മാധ്യമങ്ങളിലൂടെയാണ്. മറ്റേത് വാപോയ കോടാലിയാണ് വെള്ളാപ്പള്ളി. ഇപ്പൊ 2-3 ദിവസമായിട്ട് സതീഷിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. അതുവരെ സതീഷിനെ തന്തയ്ക്ക് അത് വിളിച്ചുകൊണ്ടിരിക്കുക. മൈക്രോ ഫിനാൻസിന്റെ കേസ് ഇപ്പം VM സുധീരൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക്. അപ്പൊ അതിന്റെ മേൽ നടപടി വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ VD സതീശന് സ്തുതി പാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ ശബരിമലയ്ക്ക് അയ്യപ്പ സംഗമത്തിന് പോയപ്പോൾ ഉണ്ടായ പോലെ പിന്നെ VD സതീശൻ വരുന്ന വഴിക്ക് ഇപ്പൊ കണ്ടോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല. അവിടെന്നോ വരുന്ന വഴിക്ക് അവിടെയും പോയിട്ട് വടിയേരിക്ക് നിൽക്കുകയാണെങ്കിൽ, നല്ല വെയിലത്ത് നിൽക്കുകയാണെങ്കിലും നിർത്തിയിട്ട് ചേട്ടാ കയറിക്കോന്ന് പറയത്തൊന്നുമില്ല VD സതീശൻ. VD സതീശൻ പറഞ്ഞ ചേട്ടാ എന്താ ഇവിടെ നിൽക്കുന്നത്, ഒരു ഓട്ടോ വിളിച്ച് ചോദിക്കുന്നതാണ്, പൈസ കൊടുക്കും വേണമെങ്കിൽ, അത്രയേ ഉള്ളൂ. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിളവൊന്നും VD സതീശൻ എടുത്ത് ചിലവാകത്തില്ല. പക്ഷേ മലപ്പുറം വളരെ മനോഹരമായിട്ടുള്ള മറുപടി ഈ പിന്നെ മൗദൂദി ചാനലിനും അത് മീഡിയ വണ്ണിനും ജമാഅത്തെ ഇസ്ലാമിക്കും പിന്നെ അവർ ദാവൂദിനെ വിളിക്കുന്നത് എന്താ, ദാവൂദ് സാഹിബ് എന്ന ചർച്ചയെ വിളിക്കുന്നത്. സാഹിബ് എന്ന് വിളിക്കുന്നതും യജമാനൻ എന്നുള്ള അർത്ഥത്തിലുള്ള വിളിയാ. മനസ്സിലായി. സാറ് വിളിക്കുന്നത് ചിലർ വിളിക്കാറുണ്ട്, അതുപോലും വിളിക്കാറില്ല. ഇപ്പം 24 ന്യൂസിലൊക്കെ SK എന്ന് എല്ലാവരും പറയുന്നത്. മറ്റേടത്താണെങ്കിൽ ആൻഡോ അഗസ്റ്റിൻ എന്ന് തന്നെ പറയുന്നത്. പിന്നെ ആൻഡോ സാറ് ചിലപ്പോൾ വിളിക്കാറുണ്ട്. ഉണ്ടോ? പിന്നെ അപൂർവമായിട്ട് സാറേന്നും വിളിക്കാറുണ്ട്. മറ്റൊരു ഡോക്ടറാണെന്നാണ് കൂടുതലും പറയാറുള്ളത്. ഒക്കെ പൊതുവേ ഇതിനകത്തുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺ അങ്ങനെയാണ് ഇതിനകത്ത് പോകുന്നത്. കാരണം ഇതൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ സ്ട്രക്ചർ അല്ല, കോർപ്പറേറ്റ് സംവിധാനങ്ങളുള്ളതാണെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിനകത്ത്. ഇവിടെ ദാവൂദ് സാഹിബ് എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. ഇത് ശൂറ കൗൺസിൽ അംഗമാണ്. ഇതുവരെ മതപരമായ പിന്നെ ഉന്നത ബോഡിക്കകത്ത് അംഗമായിട്ടുള്ള ആളാ പുള്ളി. അവിടെ ഇരുന്ന് ഇനി എന്ന ചാനലിനകത്ത് ഇരുന്ന് നിസ്കാരം നടത്തുക ലൈവായിട്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. അതൊന്നും നടത്താനും പഠിക്കത്തൊന്നുമില്ല. അപ്പം പിന്നെ ഞാൻ പറഞ്ഞത് തവനൂർ ഇലക്ഷൻ്റെ റിസൾട്ട് പിന്നെ കെട്ടി ജലീൽ വളരെ മാന്യനായൊരു മനുഷ്യനാണ്. VS ജോയി പിന്നെ എനിക്ക് ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരനാണ്. പക്ഷേ അവർ തമ്മിലുള്ള മത്സരം വരുമ്പം അവിടെ VS ജോയി ജയിക്കുമ്പം അത് ഒരേ സമയം വെള്ളാപ്പള്ളിയുടെ കാരണത്ത് 1 കൊടുത്തു, മീഡിയ വണ്ണിൻ്റെ കാരണത്തിൽ 2 കൊടുത്തു. കാരണം നിലമ്പൂർ ക്രിസ്ത്യാനികൾ 18% 20% ഉള്ളതെന്ന് പറഞ്ഞിട്ടാണ് അവിടെ മുസ്ലിം വേണമെന്ന് പറഞ്ഞത്. തവനൂർ എത്തിയപ്പോൾ 2% ക്രിസ്ത്യാനികൾ പോലും ഇല്ലാത്തടത്താണ് VS ജോയി ജയിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നിരാകരിക്കപ്പെട്ട VS ജോയി ഇവിടെ വന്നു നിന്നു എന്നുള്ളതാണ്. പിന്നെ ആലോചിച്ച് നോക്കിയത് ഇപ്പം നമ്മളിവിടെ ഭൂരിപക്ഷം നോക്കിയിട്ടാണ് ആൾക്കാരെ എടുക്കുന്നത്. നമ്മൾ ഇവിടെ പിന്നെ ഡോക്ടർ സക്കീർ ഹുസൈൻ, APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡന്റുമാരായിരുന്നവരാ. ഇവർ പറഞ്ഞ ഇക്വേഷൻ പ്രകാരമാണെങ്കിൽ, കണക്ക് പ്രകാരമാണെങ്കിൽ, ക്രൈറ്റീരിയ പ്രകാരമാണെങ്കിൽ ഇനി ഇന്ത്യക്ക് ഒരു മുസ്ലിം പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ വരുമോ? കേന്ദ്രമന്ത്രിസഭയിലാണെങ്കിലും വരുമോ? സംശയമോ? അതാണ് അവസ്ഥ. പക്ഷെ എനിക്ക് തോന്നുന്നത് രാജൻഭായി, കാരണം ഇവരെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടായിക്കൊള്ളു. അതിലോട്ടാണ് ഞാൻ വരുന്നത്. ഇത് പിന്നെ ഇവർ കാരണം ഇനി ഇത് വരുത്തണ്ട. ഇവർ പറഞ്ഞ അവരെന്താണോ ആഗ്രഹിക്കുന്നത് ഇവർ നടപ്പിലാക്കി കൊടുക്കുന്നത്. RSS എന്താണോ ആഗ്രഹിക്കുന്നത്, RSSന് ആഗ്രഹമുണ്ട് ഒരു മുസ്ലിം ഇത് വരണ്ട, ഈ മുസ്ലിമായിട്ടുള്ള ഒരാൾ വരണ്ട, കേരളത്തിൽ CH മുഹമ്മദ് കോയ വന്ന പോലെ ഇനി ഒരു മുസ്ലിം വരണ്ട എന്നുള്ളതൊക്കെ RSSന് ആഗ്രഹമുണ്ട്. RSSൻ്റെ ആഗ്രഹം ഭംഗിയായിട്ട് നടപ്പിലാക്കി കൊടുക്കുക. RSS കൊടുത്ത കരാറ് കൃത്യമായിട്ട് അതിന് എത്ര പൈസ മേടിച്ചു എന്നുള്ളത് അറിയത്തില്ല. ഇല്ലെങ്കിൽ ഇവന്മാരെ ചാനൽ കൂട്ടിക്കാൻ അവർക്കറിയാണ്ടൊന്നുമല്ല. അപ്പം പിന്നെ അതേപോലെ തന്നെ മീഡിയ വൺ 2022 ഇവർക്ക് ബാൻ വന്നായിരുന്നു. മീഡിയ വണ്ണ് അവർ ഓൺലൈൻ പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു. അവർ ചാനലിന് പിന്നെ സാറ്റലൈറ്റ് ചാനലിന് ബാൻ വന്നായിരുന്നു. ആ സമയത്തുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഇവർ കാശ്മീരിൽ പോയിട്ട് ഒരു കാശ്മീർ ഡേയ്സ് ആണ് ഈ ചെയ്യുന്നത്. കാശ്മീർ ഫയൽസ് സിനിമ പോലെ കാശ്മീരിൽ പോയിട്ട് തീവ്രവാദികൾ വെടിയേറ്റ് മരിച്ചവരുണ്ട്. അക്രമത്തിന് പോയപ്പം പിന്നെ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളെ അടക്കിയ സ്ഥലമുണ്ട്. ഇവിടെ അവരുടെ രക്തസാക്ഷികളുടെ സുഗന്ധമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഇരുന്ന് പറയുന്നത്. റിപ്പോർട്ട് ചെയ്യുക തീവ്രവാദികൾ, പാവപ്പെട്ട മനുഷ്യരെ, പണ്ഡിറ്റുകളെ കൊല്ലാൻ പോയവരെ, അങ്ങനെ എല്ലാം കൂടെ ചെയ്തു കഴിഞ്ഞപ്പം ഇവർക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിഷയം വന്നു. ആ സമയത്ത് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന് ഇവരുടെ പിന്നെ ഈ ലൈസൻസിൻ്റെ ടൈം റിന്യൂ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുനിന്ന് ഹോം മിനിസ്ട്രിയിൽ നിന്ന് ഇവിടെ നോക്കി NOC കിട്ടണം. ആ NOC കൊടുത്തില്ല. ആ NOC കൊടുക്കാതിരുന്ന സമയത്താണ് ഇവരുടെ ഉദ്ഘാടന ചടങ്ങിലെ AK ആന്റണി നടത്തിയിട്ടുള്ള പ്രസംഗത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിപ്പോഴും അവൈലബിളാണ് പബ്ലിക് ഡൊമെയിനിൽ. ഇവരെ ചാനൽ തുടങ്ങുമ്പം ആ ചാനലിൻ്റെ ലോഞ്ചിങ് നടത്തുന്നത് അന്ന് പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന AK ആന്റണിയാണ്. AK ആന്റണി അന്നോട് വെച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിലിരിപ്പ് ശരിയല്ല എന്നെനിക്കറിയാം,
എനിക്ക് കുറേ റിപ്പോർട്ടുകൾ എൻ്റെ മേശപ്പുറത്ത് കിട്ടിയതാണ്. എന്നാലും നിങ്ങൾ ശരിയാകും, നേരെയാകും എന്നൊരു പ്രതീക്ഷയിൽ ഒരു മലയാളം ചാനലല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പിന്നെ പ്രക്ഷേപണ അനുമതി തരാൻ വേണ്ടി NOC തരാൻ വേണ്ടിയിട്ട് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിൽ ലെറ്റർ കൊടുത്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള IBയുടെ റിപ്പോർട്ടും ബാക്കിയുള്ളതും എല്ലാം എതിരായിരുന്നു, ഇവർക്കെതിരായിരുന്നു. റോയുടെ റിപ്പോർട്ട് ഇവർക്കെതിരായിരുന്നു. അങ്ങനെ എതിരായിട്ടും പിന്നെ പുള്ളി കൊടുത്തതാണ്. പിന്നെ ഇവർ ചെയ്തിട്ടുള്ളത്, ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കളാരാ? സുന്നി മുസ്ലിങ്ങളാണ്. സുന്നി മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം. കാരണം ഇവരുടെ നേതാവായിട്ടുള്ള ഒ അബ്ദുറഹ്മാൻ ഇവരുടെ മാധ്യമ പത്രത്തിൻ്റെ തലപ്പത്തിരുന്നാണ്. അബ്ദുറഹ്മാൻ്റെ സഹോദരനാണ് അബ്ദുള്ള. ചർച്ചയിലൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ ആള് പാവമൊക്കെയാണ്, പക്ഷേ ഈ തലയ്ക്ക് ഈ മതം പിടിച്ചിട്ടുള്ള ഭ്രാന്ത. അബ്ദുള്ള പറഞ്ഞത് ഖത്തറിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന കാലത്ത് ഖത്തറിലെ ഒരു സുന്നി മുസ്ലിം പണ്ഡിതൻ അവിടെ വന്നപ്പം ഇയാളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാൻ ജമാഅത്ത് ഇസ്ലാമി മുൻകൈ എടുത്തു എന്ന്. അതും കാന്തപുരം വിഭാഗത്തിൻ്റെ. കാരണം ഇവരുടെ ശത്രുക്കൾ സുന്നി മുസ്ലിങ്ങളാണ്. എനിക്ക് അവിടെ നിന്നിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ഇവരുടെ വേദികളിൽ പോയി കഴിഞ്ഞപ്പോൾ KMCC മുസ്ലിം ലീഗിൻ്റെ KMCCയിലെ വേദികളിൽ പോയാലോ, കാന്തപുരം വിഭാഗം മുസ്ലിം ലീഗുമായിട്ട് എതിർത്ത് നിൽക്കുന്ന അവരുടെ വേദികളിൽ പോയാലോ, മുജാഹിദുകളുടെ വേദികളിൽ പോയാലോ ഒക്കെ ഉള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷമല്ല. ഇവർ ഓരോ പറയുന്ന വാക്കിനകത്തും മധുരത്തിൽ ചാലിച്ച് അവസാനം വർഗീയതയിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ വേറൊന്ന് പറയാനുള്ളത്, ഇപ്പോൾ ചെങ്ങല സമരം, പ്ലാച്ചിമട സമരം, ഗെയിൽ സമരം, ഇതൊക്കെ അവരെന്താ കാണിച്ചത്? ഏറ്റവും വലിയ വർഗീയതയെ കാണിച്ചത്. JNU സമരം പൊളിക്കാൻ കാരണം ഇവരാ. JNU സമരം കനകകുമാറിൻ്റെയും മോസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നന്നായിട്ട് നടക്കുമ്പം ഇവർ കയറി ഇടപെട്ടതിനകത്ത് ഇവർ കയറി അതിന് വർഗീയമായ വിഭജനമാക്കി മാറ്റി. വർഗീയ വിഭജനം ഉണ്ടാക്കിയപ്പം അപ്പുറത്ത് ABP സ്ട്രോങ് ആയി. അങ്ങനെയാണ് JNU സമരം പൊളിഞ്ഞു പോകുന്നത്. അപ്പോൾ എന്തായിരുന്നാലും RSSൻ്റെ ഒരു B ടീമായിട്ട് മാത്രമേ ഇവരെ കാണാൻ പറ്റുള്ളൂ. RSSൻ്റെ കയ്യിൽ നിന്ന് ഇവരെ പൈസ മേടിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. നമ്മൾ ഒവൈസി എന്ത് റോളാണോ ബീഹാറിലും ബാക്കിയുള്ളിടത്തൊക്കെ എടുക്കുന്നത്, ഒവൈസിയുടെ ഹൈദരാബാദിലെ 2 സീറ്റിൽ സെക്കന്ദരാബാദിലും ഹൈദരാബാദിലും BJP കൊണ്ടൊരു ശല്യമില്ലല്ലോ. ഒവൈസിയെ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നുണ്ടോ? ഒന്നിനും പോകുന്നില്ലല്ലോ. ഒവൈസി ലോക്സഭയിലൊക്കെ ഇരുന്ന് ഭയങ്കര പ്രഭാഷണം നടത്തുമ്പോൾ സ്പീക്കർ പോലും ബെല്ല് പോലും അടിക്കത്തില്ല, ഇത് പ്രസംഗിച്ചോട്ടെ എന്ന് കരുതും. കാരണം ഒവൈസി ഉണ്ടാവുന്നത് ഇവർക്ക് ഗുണമാണ്. ഒവൈസി മുസ്ലിം വോട്ടുകൾക്കകത്ത് തീവ്രവാദ സ്വഭാവമുള്ള ആളുകളെ വലിച്ച് വേറെ പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുപോകുമ്പം ഇവർക്ക് ബീഹാറിലും ഉത്തർപ്രദേശിലൊക്കെ അത് ഗുണം ചെയ്തു. അതേ സാധനം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഇവരുടെ ഒരു B ടീമായിട്ട് പ്രവർത്തിക്കുന്നത്. എന്തായിരുന്നാലും അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വെള്ളാപ്പള്ളി നടേശൻ്റെ വായിൽ നിന്ന് വരുന്നതിനേക്കാൾ വലിയ വിഷമാണ് ഔദ്യോഗികമായി ഒരു 19 വയസ്സുള്ള മനുഷ്യനാണെന്ന് പറയുക, ഒരു ചാനലിനകത്ത് ഇരുന്നിട്ട് മറ്റേ ദാവൂദ് ഇബ്രാഹിമും പിന്നെ ഈ റാവുത്തറും ഇവരെല്ലാം കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എന്തിനാണെന്നറിയത്തില്ല ഒരു പാവം പെങ്കുച്ചിനെ കൊണ്ട് നടക്കിരുത്താറുണ്ട്. അത് പിന്നെ വർഗീയതയൊന്നും പറയാറില്ല. പിന്നെ പ്രമോദ് രാമനെ പോലുള്ളവരെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും ഒരു ഐക്കോണിക് ആയിട്ട് സെക്യുലർ ഫേസ് വേണം എപ്പോഴും. അതിനു വേണ്ടിയിട്ടാണ് അവർ സ്മൃതിയെ കൊണ്ടുപോയി പലരെയും മാറി കൊണ്ടുപോയിട്ടുണ്ട്. ഏത് കാലത്തും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, അത് തേജസ് പത്രത്തിലാണെങ്കിലും ഉണ്ടായിരുന്നു, SDPയുടെ ഇവരുടെ ചാനലിന് ഇവിടെ പിന്നെ മാധ്യമ പത്രത്തിൽ C രാധാകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നല്ലോ ആദ്യം. അപ്പോൾ ഇവരെപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സെക്യുലർ ഫേസ് മുമ്പിൽ നിർത്തണം. ഞാൻ പറഞ്ഞല്ലോ, ഇവരെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പരിപാടികളിൽ ഖത്തറിൽ സ്ഥിരമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് എനിക്കത് ബോധ്യം ഉണ്ടായിട്ട് ഞാൻ പോയത്. കാരണം അവർക്ക് വേണ്ടത് രാജൻ ജോസഫ്, ഒരു പിന്നെ മൊമൈനെയോ ഇസ്മായിലിനെയോ ഒന്നും അവർക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരാളും കൂടി അതിനകത്ത് വേണം. പക്ഷേ എനിക്ക് പിന്നെ എന്താ വെച്ചാൽ അന്ന് പിന്നെ ഇപ്പോൾ വർഷം കുറേ ആയി. അപ്പോൾ ഇപ്പം പ്രായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴല്ലേ പറ്റിയത്. അന്ന് നമ്മളെ കത്ത് നിൽക്കുന്ന പ്രായമായതുകൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പോരും. നമ്മൾ പിന്നെ അവരുടെ എല്ലാം സലാം പറഞ്ഞ് പിരിയുകയും ചെയ്യും. പക്ഷേ അവർക്ക് ആളെ കൂട്ടുകയും വേണം. എല്ലാം നമുക്ക് പ്രസംഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരുടെ കൺക്ലൂഷനാണ് ഏറ്റവും അവസാനം ഇവന്മാർ വർഗീയതൊക്കെ പറഞ്ഞു നിർത്തും. അപ്പം ഇതാണ് ഇവരുടെ രീതി. ആ രീതിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ രീതിയുടെ പിന്നിൽ എൻ്റെ അഭിപ്രായത്തിൽ BJPയുടെയും RSSൻ്റെയും എല്ലാവിധ പിന്തുണയും അവർക്കുണ്ട്. കാരണം ഇവിടെ വർഗീയ വിഭജനം പൂർത്തീകരിക്കാൻ, ഹൈന്ദവ ഏകീകരണം നടപ്പിലാക്കി കിട്ടാൻ മീഡിയ വൺ പോലെയുള്ള ചാനലിൻ്റെ സഹായം, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനയുടെ സഹായം, അവർ ഒവൈസിയെ പോലെ തന്നെ അവർക്ക് അത്യന്താപേക്ഷിതമാണ്. അത് മുസ്ലിം ലീഗിന് അതിന് കിട്ടത്തില്ല. അപ്പോൾ അതാണ് അവരുടെ ഉദ്ദേശം. അവരുടെ കയ്യിലെ ടൂളാണ് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ബലമായി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മേനോൻ എന്ന് പറഞ്ഞതിനകത്തൊക്കെ, മേനോൻ എന്നൊക്കെ പറഞ്ഞത് ഇവർക്ക് കിട്ടിയ അടി തന്നെയാണ് സത്യത്തിൽ. തീർച്ചയായിട്ടും കിട്ടിയ അടി തന്നെയാണ്. അപ്പം റാവുത്തർ അവിടെ ഇരുന്ന് മേനോനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇരുന്ന് ചർച്ച ചെയ്യട്ടെ എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല.